എൻ്റെ നോക്കായിക്കോട്ടെ. ആരാധനയിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ബഹുമാനപ്പെട്ട ഹൈദരാബാദ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന അവർ PT സന്തോഷത്തിനോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ആരാധന ക്രമീകരിക്കുവാനായിട്ട് അച്ഛൻ ആവശ്യപ്പെട്ടത്. അച്ഛന്റെ സാഹചര്യങ്ങളൊക്കെ നാം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. പ്രത്യേകമായ അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ നടക്കുന്ന അച്ഛന്റെ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ഗീതം പാടിയ ശേഷം നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. महिमा परिमशिहा मेघवाहनमदिन्मेल जय प्रभावത്തോടഹോ സ്വർഗ്ഗലോകത്തിൽ നിഴുന്ന നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ബഹുദൂത സൈന്യങ്ങൾ ജയഗീതം പാടുന്നു. മഹിമാ പരിമശിഹ മേഘവാഹനമതിന്മേൽ ജയ പ്രഭാവത്തോടഹോ സ്വർഗ്ഗലോകത്തിൽ നിഴുന്ന മഹസൂരനഭുവനങ്ങൾ മേഘവാഹനം കടന്നു. ബഹുനീരദുരങ്ങൾ പുണ്യപാദം കുമ്പിടുന്നു. മഹത്വത്തിൻ രാജന മഹത്വത്തിൻ രാജന തുറന്നു സ്വർഗ്ഗങ്ങൾ. മഹിമാ പരിമശിഹ മേഘവാഹനമതിന്മേൽ ജയപ്രഭാവത്തോടഹോ സ്വർഗ്ഗലോകത്തിൽ നിഴുന്ന ജയിക്കുന്നു രക്ഷകർത്താൻ പാരിൽ ജാതികൾക്കഹിലാം. മയക്കങ്ങൾ വിട്ടു തന്നെ വാഴ്ത്തി വാഴ്ത്തിച്ചിടുവോളാം. വിയതീനു മേലങ്ങ് വിയതീനു മേലങ്ങ് വിളങ്ങുന്നു നായകൻ. മഹിമാ പരിമശിഹ മേഘവാഹനമതിന്മേൽ ജയപ്രഭാവത്തോടഹോ സ്വർഗ്ഗലോകത്തിൽ നിഴുന്ന നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ,
അനുഗ്രഹീതമായിരിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ കർത്താവെ, അങ്ങയുടെ മക്കളായിരിക്കുന്ന അടിയങ്ങൾക്ക് അങ്ങയുടെ പാതകളെ ചേർന്ന് വരുവാനും തിരുനാമത്തിന് മഹത്വം കരയേറ്റുവാനും പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനും കർത്താവെ തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ, കോവിഡ് എന്ന മഹാമാരി മൂലം ദൈവാലയത്തിൽ വരുവാനോ ആരാധന അർപ്പിപ്പാനോ സാധ്യമല്ലാത്ത അവസ്ഥയിൽ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളുടെ അകത്തളങ്ങൾ കർത്താവെ ആരാധനാലയമാക്കിക്കൊണ്ട് ദൈവാലയമാക്കിക്കൊണ്ട് ദൈവത്തിന് ആരാധന അർപ്പിപ്പാൻ തരുന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കർത്താവെ, കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുവാൻ സർവശക്തനായ ദൈവം മോശയോട് അരുളി ചെയ്തുവെങ്കിൽ കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെല്ലാം വിശുദ്ധ സ്ഥലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് ആരാധന അർപ്പിപ്പാൻ കർത്താവെ തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ കരങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, പിറന്നാൾ സ്തോത്രം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിശേഷിച്ച് കർത്താവെ, ഇടവയ്ക്ക് നേതൃത്വം നൽകുന്ന സന്തോഷത്തിന്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വളരെ വേദനയുടെയും ദുഃഖത്തിന്റെ അനുഭവത്തിലായിരുന്ന അച്ഛന്റെ കുടുംബത്തെയും പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സഭയായി ഒരുമിച്ചുള്ള പ്രാർത്ഥന പ്രിയ അച്ഛന്റെ കുടുംബത്തിന് ആശ്വാസമായി തീരുവാൻ, പ്രിയ പിതാവിന്റെ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കായി ഒരുങ്ങി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദ്യോടൊന്ന് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ആയിരിക്കട്ടെ നാഥ. പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. അച്ഛാ, ഇത് പ്രസംഗത്തിന് മുമ്പാണ് അച്ഛാ ഈ പാട്ട്. ആരാധന എടുത്താൽ മതിയല്ലോ. മതി. ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കേണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം
ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവരും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മക പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കും. മാനസാന്തര സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ മുഴങ്കാലുകളെ ദൈവസന്നിധിയിൽ മടക്കാം. നമ്മുടെ സകല പാപങ്ങളെയും ദൈവത്തോട് ഏറ്റുപറയാം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള സകല പാപങ്ങളെയും ഈ സമയത്ത് ദൈവസന്നിധിയിലേക്ക് പറയാം. അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവമായോ നാം ചെയ്തിട്ടുള്ള സകല പാപങ്ങളും ദൈവമേ ഞങ്ങളോട് ക്ഷമിച്ച് ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നിത്യജീവന്റെ അവകാശികളായി ജീവിക്കുവാൻ ഞങ്ങളുടെ സകല പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിടുകയും ചെയ്യരുതാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുവാൻ താല്പര്യപ്പെട്ടപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ തിരികെ ദൈവസന്നിധിയിൽ പുതിയ മനുഷ്യനായി, ദൈവഭയമുള്ളവനായി, ദൈവ ഇഷ്ടം ചെയ്യുന്നവനായി ഈ ലോകത്ത് ജീവിപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജനങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ശരീരാത്മദേഹി കൊണ്ട്, മനസ്സുകൊണ്ട്, നമ്മുടെ അധരങ്ങൾ കൊണ്ട്, നമ്മുടെ കരങ്ങൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് നാം ചെയ്തിട്ടുള്ള സകല പാപങ്ങളെയും ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം. പിതാവേ, അവിടുന്ന് കാൽവരി ക്രൂശിലെ രക്തത്താൽ ഞങ്ങളെ കഴുകി വീണ്ടെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മെ തന്നെ ദൈവമുമ്പാകെ സമ്പൂർണമായും താഴ്ത്തി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്പസമയം നമുക്ക് മൗനമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരാധനക്രമത്തിലെ 42-ാം പുറത്തുള്ള മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ പ്രാർത്ഥന. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത പ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെളിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ പാപം ചെയ്ത് നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പ്രമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവ് നാം സ്തുതിക്കപ്പെടട്ടെ. 95-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്കായി വായിക്കാം. സങ്കീർത്തനം 95.
വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജു തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ നനഞ്ഞിരിക്കുന്നു. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യങ്കിൽ ഇപ്പോഴും നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 51 സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് വായിക്കാവുന്നതാണ്. സങ്കീർത്തനം 51. ദൈവമേ, നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, സംസാരിക്കുമ്പോൾ വിധിക്കുമ്പോൾ ഇരിക്കേണ്ടത് തന്നെ. ഇതാ ഞാൻ അടുപ്പത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ രംഗത്തിൽ ഗ്രഹിപ്പിക്കണം. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെയൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, ആത്മാവിനെ എന്നെ പുതുക്കണം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, ഘോഷിക്കും. കർത്താവേ, എന്റെ ഗ്രഹങ്ങളെ തുറക്കണമേ, എന്നാൽ എന്റെ വായു നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നിന്റെ അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളുകളെ അർപ്പിക്കും. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ പഴയ നിയമ വേദഭാഗം വായിച്ചു കഴിഞ്ഞു. ഒന്നാം പാഠഭാഗമായി യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 25-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ എഴുതിയിരിക്കുന്ന ദൈവവചനങ്ങളെ ഗ്രഹിക്കുക. യെശയ്യാ chapter 40 verses 25 to 31. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും? ഞാൻ ആരോട് തുല്യനാവും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ. ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യമഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്ക് അറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രേയമത്രേ.
അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇങ്ങനെ ഒന്നാം പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായി വായിക്കാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവൻ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിനു മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ സകല ശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രയെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അഗ്നിയും ഉഷ്ണവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞും ശീതവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഉറച്ച വെള്ളവും ഹിമവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുൾ വിളവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മിന്നലുകളും മേഘങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഭൂമിയിലെ സകല സസ്യവർഗങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. വെള്ളത്തിൽ ചരിക്കുന്ന തിമിംഗലാദി ജന്തുക്കൾ സകലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശത്തിലെ സകല പറവുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. നീതിമാന്മാരുടെ ആത്മാക്കളും ദേഹികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഹൃദയശുദ്ധിയും വിനയമുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവും അസലിയാവും ഈശായേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് വാഴ്ത്താം, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ ഞങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകും, നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുമല്ലോ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ലേഖന വേദഭാഗം വായിച്ചു. Today's second chapter is taken from Acts verses 1 to 11. Dear Theophilus, in my first book, I wrote about all the things that Jesus did and taught from the time he began his work until the day he was taken up to heaven. Before he was taken up, he gave instruction by the power of the Holy Spirit to the man he had chosen as his apostles. For 40 days after his death, he appeared to them many times in ways that proved beyond doubt that he was alive. They saw him, and he talked with them about the kingdom of God. And when they came together, he gave them his order: do not leave Jerusalem, but wait for the gift I told you about, the gift my father promised. John baptized with water, but in a few days you will be baptized with the Holy Spirit. When the apostles met together with Jesus, they asked him, Lord, will you at this time give the kingdom back to Israel? Jesus said to them, the time and occasion are set by
my Father own authority. And it is not for you to know when they will be. But when the Holy Spirit come upon you, you will be filled with power, and you will witness for me in Jerusalem, in all Judea and Samaria, and to the ends of the earth. After saying this, he was taken up to the heaven. As they watched him, and a cloud hid him from their sight. They still had their eyes fixed on the sky as he went away. When two men dressed in the white suddenly stood beside them and said, Galileans, why are you standing there looking up at the sky? This Jesus who was taken from you into the heaven will come back in the same way that you saw him go to heaven. Here ends the second verse. ദൈവമേ നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. അച്ഛാ അൺമ്യൂട്ട് ചെയ്യണം. വിശുദ്ധ ആരാധനയിൽ വായിക്കാൻ നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം മുതൽ 49 വാക്യം വരെ എഴുതപ്പെട്ട തിരുവചന സത്യങ്ങൾ കേൾപ്പിക്കും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം മുതൽ 49-ാം വാക്യം വരെ എഴുതപ്പെട്ട തിരുവചന സത്യങ്ങൾ. പിന്നെ യേശു അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും യേശുവിന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങിയ സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്നും അവരോട് പറഞ്ഞു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. ഇതാകുന്നു നിങ്ങൾ വായിച്ചു കേട്ട ക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സഭയുടെ പാട്ട് വാക്യം വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചുകൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം നിർമ്മിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. സൈനികളുടെ ദയമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന്. കെരൂബുകളും സറാഫുകളും നിന്നെ നോക്കി ഇടപെടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ നീ മഹത്വത്തിന്റെ രാജാവാകുന്നു. നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലതുഭാഗ പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ടും നീ വീണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരോട് കൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ചെന്നേക്കും അവരെ ഉയർത്തണമേ. ദിനം പ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ പാപം കൂടാതെ കാത്തരുളണമേ.
കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ നിങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സൂം വഴി ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ വിശുദ്ധ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും നിന്നുകൊണ്ട് ജ്ഞാനകീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഇവിടെ നടുക്കിച്ചു കൂടെ കൂടെ പിരിയും മെലിയോടമെല്ലാം ആകു ഭാഗ്യം 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 ആകു ഭാഗ്യം ഭാഗ്യം സ്വർഗത്തിൽ നാം കൂടുമ്പോൾ യേശുവേ സ്നേഹിച്ചൊരു മാറിച്ചേട്ടനെന്നേക്കും മോക്ഷത്തിങ്കൽ വാഴും ആകു ഭാഗ്യം 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 ആകു ഭാഗ്യം ഭാഗ്യം സ്വർഗത്തിൽ നാം കൂടുമ്പോൾ എത്ര ഭാഗ്യം ലഭിക്കും നാം എല്ലാവരും എന്നേക്കും കർത്താവിനെ കാണും ആകു ഭാഗ്യം 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 ആകു ഭാഗ്യം ഭാഗ്യം സ്വർഗത്തിൽ നാം കൂടുമ്പോൾ നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വചനത്തിൽ കൂടി ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദിവസത്തിന്റെ ഈ പ്രഭാതത്തിങ്കൽ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠം ചേർന്ന് വരുവാൻ ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങളെ അവർ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ പ്രതിസന്ധികളുടെ നടുവിലാകുമല്ലോ അപ്പ ഞങ്ങളായിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ കാത്തിരിപ്പിന്റെ അനുഭവത്തിലായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കാത്തിരിപ്പ്, ഞങ്ങളുടെ പ്രതീക്ഷ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കട്ടെ നാഥ. ദൈവത്തിന്റെ വചനം അങ്ങയുടെ വകയാകയാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇത് അങ്ങയുടെ വചനമാണ്. അത് ഞങ്ങൾക്ക് അവിടുന്ന് വാഴ്ത്തി നുറുക്കി പങ്കിട്ട് നൽകണമേ. അത് ഭക്ഷിച്ച് ബലപ്പെട്ട് തിരുനാമ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, വചനം കേൾക്കുന്ന പ്രിയ മക്കളുടെ ഹൃദയത്തോടും വചനം സംസാരിക്കുന്ന അടിയുന്ന നാവിനോടും അവിടുത്തെ ആത്മാവ് കൂടെ ഇരിക്കണം. വചനത്തിന്റെ പൊരുളുകളെ അങ്ങ് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായിരിക്കുന്ന ആ പ്രഭാതത്തിങ്കിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നൽകിത്തന്ന വലിയ അവസരത്തിനും ഭാഗ്യത്തിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഒരു അവസരം നൽകിയ ഹൈദരാബാദ് ഇടവകയോടും ഇടവക വികാരിയായിരിക്കുന്ന സന്തോഷത്തിനോടും കമ്മിറ്റി അംഗങ്ങളോടും
വിശ്വാസ സമൂഹത്തോടുമുള്ള പ്രത്യേകമായ നന്ദിയെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. സന്തോഷത്തിനെ പറ്റി ഒരു വാക്ക് പറയുകയാണെങ്കിൽ, ഞങ്ങൾ ദീർഘനാളത്തെ ബന്ധം കാത്തു സൂക്ഷിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം അവസരമൊരുക്കി. ഒരു വലിയ ജ്യേഷ്ഠ സഹോദരനായിട്ട് അച്ഛൻ എന്നെ കരുതുകയും ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ അച്ഛനോട് കാര്യങ്ങളെ ചോദിച്ചറിയുവാനും ആത്മീയ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെ പകർന്നു നൽകുവാനും അച്ഛനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായി തീർന്നിട്ടുണ്ട്. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. അതിലുപരിയായി എനിക്ക് ഈ ഹൈദരാബാദ് ഇടവകയോട് വളരെ നന്ദിയുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ സെമിനാരിൽ പഠിച്ച സമയത്ത് എനിക്ക് നിങ്ങളുടെ സഭയിൽ നിന്നും സാമ്പത്തികമായി എന്നെ സഹായിക്കുവാനായിട്ട് സാധ്യമായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. എൻ്റെ പിതാവ് ക്യാൻസർ രോഗിയായിട്ട് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലായിരുന്ന സമയത്ത് നിങ്ങൾ തന്ന വലിയ കൈത്താങ്ങലിന് വളരെ വളരെ ദൈവനാമത്തിലുള്ള നന്ദി ഈ സമയത്ത് നേരിട്ട് അറിയിക്കുവാൻ ലഭിച്ചതായ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തന്നിരിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ് എന്നുള്ളതാണ്. വെയിറ്റിംഗ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് നാം എല്ലാവരും വലിയ ഒരു കാത്തിരിപ്പിന്റെ അനുഭവത്തിലാണ്, അല്ലേ? നമ്മുടെ ചുറ്റുപാടിലേക്ക് നമുക്കൊന്ന് നോക്കുമ്പോൾ കോവിഡ് എന്ന മഹാവ്യാധി നമ്മുടെ സമൂഹങ്ങളെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ ബന്ധുജനങ്ങളെയും നമ്മുടെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാം മരണം വഴിയായി ഈ ലോകത്തിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതായ അവസരത്തിൽ ഇനി മുമ്പോട്ട് എങ്ങനെയെന്നുള്ള വലിയ ചോദ്യത്തിന്റെ നടുവിൽ ഇന്നത്തെ ചിന്താവിഷയം ഏറെ പ്രശസ്തമാണ്. അപ്പോൾ ഈ കോവിഡിന്റെ നാളുകൾ മാറും എന്നുള്ള വലിയ ഒരു കാത്തിരിപ്പിന്റെ അനുഭവത്തിലാണ് നാം എല്ലാവരും. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലും കൂടിയാണ്. ഈ പ്രതികൂലമായ സാഹചര്യത്തെ എങ്ങനെ മറികടക്കുവാനായിട്ട് സാധിക്കും? ഈ കോവിഡ് എന്ന മഹാമാരിക്കെതിരെ അതിജീവനത്തിൽ കൂടി മുന്നേറുവാൻ എപ്രകാരം സാധ്യമായി തീരുമെന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിന്തയുടെ അനുഭവത്തിൽ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന CSI സഭയായിട്ട് തന്നിരിക്കുന്ന ചിന്താവിഷയവും ഏറെ പ്രശസ്തിയുള്ളതാണ്. പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പിലാണ്. പ്രതികൂലമായ സാഹചര്യങ്ങൾ മാറും എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളായി നാളുകളായി ഒരു 1.5 വർഷത്തിലേറെയായി ഈ കോവിഡ് എന്ന രോഗം നമ്മെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. 1ാം തരംഗം കഴിഞ്ഞു പോയി, 2ാം തരംഗത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. ഇനി അതിന്റെ 3ാം തരംഗവും ഉണ്ട് എന്ന് പറയപ്പെടുമ്പോൾ മനുഷ്യൻ അതീവ വേദനയുടെയും അതീവ ഭയത്തിന്റെയും ദുഃഖത്തിന്റെയൊക്കെ അനുഭവത്തിൽ കൂടിയാണ് മനുഷ്യ ജീവിതങ്ങൾ കടന്നു പോകുന്നത്. ഓരോ ദിവസവും പത്രത്തിൽ കൂടിയും TV-യിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ നാം കേൾക്കുന്നതായ വാർത്തകളും ചിത്രങ്ങളുമെല്ലാം നമ്മെ ഓരോ ദിവസവും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്സിജന് വേണ്ടി കോടതി വരാന്തകൾ കയറി ഇറങ്ങുന്നതായ മനുഷ്യനെ കാണുവാനായിട്ട് കഴിയുന്നു. ഒരിറ്റ് പ്രാണവായുവിന് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ബെഡില്ല അല്ലെങ്കിൽ ചികിത്സയില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്ന ഒരു അനുഭവത്തിന്റെ നടുവിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നാം ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരണം. എന്നെയും നിങ്ങളെയും ആരോഗ്യത്തോടു കൂടി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളെ ഈ രോഗം കാർന്നു നിന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഈ രോഗത്തിന് അടിമകളായി മാറിയപ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ചതായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഓരോ പകലിലും ഓരോ രാത്രിയിലും നമ്മുടെ അടുക്ക വന്ന് പകർച്ചവ്യാധിയിൽ നിന്ന് നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഈ പകൽക്കാലം സാധ്യമായി തീരണം. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിന്റെ, വലിയ അനുഭവത്തിന്റെ ജീവിതമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മെ വായിച്ചു കേൾപ്പിച്ച വേദഭാഗങ്ങളിലെല്ലാം തന്നെ ദൈവത്തിന്റെ ആത്മാവ് എപ്രകാരമാണ് നമ്മോട് ഇടപെടുന്നതെന്നും ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ്
നമ്മുടെ ഉള്ളത്തിലേക്ക് വരണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങൾ വെടിപ്പുള്ള ഹൃദയങ്ങളായി തീർന്നുവെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. യേശു കർത്താവ് യോർദാൻ നദിയിൽ സ്നാനമേറ്റതായ സമയത്ത് പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് താഴേക്ക് ഇറങ്ങി വന്ന് യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നാം വായിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഞാനും നിങ്ങളും പ്രാപിക്കുവാൻ കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പിന് ചില കാരണങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഞാൻ കാത്തിരിക്കുമ്പോൾ ഞാൻ വിശുദ്ധിയോടുകൂടി കാത്തിരിക്കുവാനായിട്ട് സാധ്യമായി തീരണം. വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. കാത്തിരിപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവ അനുഭവങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പ് വിശ്വാസ സമൂഹത്തിന്റെ പ്രത്യേകതകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നാം കാത്തിരിക്കുന്നത്? നാം കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത നാം മറന്നു പോകരുത്. ദീർഘക്ഷമയോടെ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ആ അതിഥിയെ സ്വീകരിക്കുവാനായിട്ട് നാം ഒരുക്കത്തോടെ കാത്തിരിക്കാറുണ്ട്. നമ്മുടെ വീട് വൃത്തിയാക്കും, നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കും, നാം സ്വയം ഒന്ന് വൃത്തിയായി അതിഥിയെ സ്വീകരിക്കുവാൻ നാം കാത്തിരിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നാം ഏറെ ശ്രദ്ധയോടെ കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇവിടെ സങ്കീർത്തന പുസ്തകം 40:1 ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നവരായിത്തീരണം. ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നവരായിത്തീരണം. ഇന്ന് മനുഷ്യന് ഇല്ലാത്തതും ഇത് തന്നെയാണ്. ക്ഷമിക്കുവാനായിട്ടുള്ള ഒരു മനസ്സെന്ന് മനുഷ്യന്റെ ജീവിതത്തിലില്ല. പരസ്പരം ക്ഷമിക്കുവാൻ, സ്വയം ക്ഷമിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം ഇന്ന് മനുഷ്യൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്ഷമയോടെ കാത്തിരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. മറ്റൊന്ന്, രക്ഷയ്ക്കായി ദൈവത്തിൽ കാത്തിരിക്കുവാനായിട്ട് സാധ്യമായി തീരണം. ദീർഘക്ഷമയോടെ കാത്തിരിക്കുവാൻ കഴിയണം. മറ്റൊന്ന്, രക്ഷയ്ക്കായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ കഴിയണം. അതും സങ്കീർത്തന പുസ്തകത്തില് 62-1 വാക്യത്തിൽ അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. രക്ഷയ്ക്കായി നാം ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുവാൻ കഴിയും. രക്ഷിക്കപ്പെടണമെങ്കിൽ, രക്ഷ പ്രാപിക്കുവാനായിട്ട് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മോട് വ്യക്തമാക്കി തരുന്നത്. മറ്റൊന്ന്, ഹോശയ്യ പ്രവാചകൻ 12-ാം 6 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിരന്തരമായി ദൈവത്തിനായി കാത്തിരിക്കുന്നവരായി തീരണം. നിരന്തരമായി ദൈവത്തിനായി കാത്തിരിക്കുന്നവരായി തീരണം. ഇന്ന് നാം 1.5 വർഷമായി ഈ കോവിഡ് മാറിപ്പോകുവാനായിട്ട് കാത്തിരിക്കുന്നവരാണ്. നാളുകളായി ഈ ഒരു അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഈ അസുഖം എങ്ങനെയെങ്കിലും, ഈ പകർച്ചവ്യാധി ഈ രാജ്യത്തിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം എന്നുള്ള ചിന്തയിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരന്തരമായി പ്രാർത്ഥിച്ചുവെങ്കിൽ മാത്രമേ ഒരു വിഷയത്തിന്മീതെ നമുക്ക് ജയം കണ്ടെത്തുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ എന്ന് ഈ പകൽക്കാലം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, സങ്കീർത്തന പുസ്തകം 130-3 വാക്യത്തിൽ പറയുന്നു: വചനത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. അപ്പോൾ ഒന്ന്, ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നവരായി തീരണം ക്രൈസ്തവ വിശ്വാസ സമൂഹം എന്ന് പറയുന്നത്. മറ്റൊന്ന്, രക്ഷയ്ക്കായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരായി തീരണം ക്രൈസ്തവ വിശ്വാസ സമൂഹം. നിരന്തരമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ സാധ്യമായി തീരണം. വചനത്തിന് വേണ്ടി, വചനത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുവാനായിട്ട് കഴിയണമെന്ന് ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ചിന്തയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ വേദഭാഗങ്ങളെ മുൻനിർത്തിക്കൊണ്ട് 3 കാര്യങ്ങളെ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഒന്നാമത്തെ ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ബലപ്പെടുത്തുന്ന ആത്മാവിനെ ആ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നു. സ്ട്രെങ്തനിങ് സ്പിരിറ്റിനെയാണ് അവിടെ കാണുവാനായിട്ട് കാണുന്നത്. ബലപ്പെടുത്തുന്ന ആത്മാവിനെ, പ്രവാചകന്മാരെ ബലപ്പെടുത്തുന്ന, അപ്പോസ്തലന്മാരെ ശക്തീകരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം, നാം വിശ്വസിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ത്രിയേക ദൈവത്തിലാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ആ പരിശുദ്ധാത്മാവായ ദൈവത്തെ പ്രാപിക്കേണ്ടിയിട്ട് നാം കാത്തിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ കാത്തിരിപ്പിന്റെ അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവാണ്.
പ്രവാചകന്മാരെ ബലപ്പെടുത്തിയത് ഇതേ ആത്മാവാണ്. ദൈവം കൊടുത്ത അരുളപ്പാടുകൾ, ദൈവം കൊടുത്ത വലിയ നിയോഗം തങ്ങളുടെ ശുശ്രൂഷയിൽ ചെയ്തെടുക്കുവാനായിട്ട് സാധ്യമായി തീർന്നത് ദൈവത്തിന്റെ ആത്മാവ് അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പ്രവാചകന്മാർ തന്റെ ശുശ്രൂഷകളെ നിവർത്തിക്കുവാൻ സാധ്യമായത് ദൈവത്തിന്റെ ആത്മാവ് അവരോട് കൂടെ ഉള്ളത് കൊണ്ട് അവർ ദേശങ്ങളോട് അരുളപ്പാട് നൽകുവാനായിട്ട് കാരണമായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുവാൻ കാരണമായി തീർന്നു. എവിടുന്നാണ് ശക്തി ലഭിച്ചത്? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഇന്ന് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നാം എല്ലാവരും പള്ളിയിൽ പോയി ആരാധിക്കുവാൻ കഴിയാതെ, ഒരുമിച്ച് കൂടുവാൻ കഴിയാതെ ഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട് നമ്മുടെ ഭവനങ്ങൾ ദൈവാലയമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധന അർപ്പിക്കുകയാണ്. നാം ആയിരിക്കുന്ന നമ്മുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം ആയിരിക്കുന്ന നമ്മുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധ്യമായി തീരണം. അതിനുവേണ്ടി ഈ ആരാധന നമുക്ക് കാത്തിരുന്ന് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ സാധ്യമായി തീരണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ആത്മാവുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർത്തുകയാണ്. നമ്മെ ശക്തിക്കുന്ന ഒരു ആത്മാവുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവത്തോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നു, പക്ഷെ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം ഉത്തരം നൽകുന്നില്ല എന്ന് പലപ്പോഴും നാം പരാതി പറയാറുണ്ട്. എന്നാൽ നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നത്. നാം എത്രമാത്രം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവോ, എത്രമാത്രം ഞാനും നിങ്ങളും ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്നുവോ, അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ലഭ്യമായി തീരുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കാത്തിരിക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 29-ാമത് വചനത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ചെറുപ്പക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും പരീക്ഷണരായി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുവാനായിട്ട് കാരണമായി തീരും. കോവിഡിനെതിരെ പോരാടുന്ന, കോവിഡിനെതിരെ പ്രാർത്ഥിക്കുന്ന നമുക്ക് ഈ 1.5 വർഷമായിട്ടും കോവിഡ് മാറിയില്ല എന്നും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ടല്ല, മറിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ ഈ മഹാമാരിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുവാനായിട്ട് കാരണമായി തീരും. കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധ്യമായി തീർന്നാൽ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുവാനായിട്ട് സാധ്യമായി തീരും. രണ്ടാമതായിട്ട് കാണാൻ കഴിയുന്നത് സങ്കീർത്തന പുസ്തകം 51 നാം വായിച്ചു കേട്ട സങ്കീർത്തനത്തിലെ ശുദ്ധീകരിക്കുന്ന ആത്മാവിനെയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്യൂരിഫൈയിങ് സ്പിരിറ്റിനെയാണ് സങ്കീർത്തന പുസ്തകം 51 കാണാൻ കഴിയുന്നത്. ഏറെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നോമ്പിന്റെ അനുഭവത്തിൽ നാം എപ്പോഴും ഉരുവിടുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് 51-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാപബോധം ഉളവാകുന്ന ഒരു കീർത്തനമായിട്ടാണ് ഇതിനെ പരിഗണിക്കപ്പെടുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്തു എന്ന് ചിന്തയുണ്ടാകുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നാം ബൈബിൾ എടുത്ത് വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. നമ്മിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടുന്ന ഒരു സങ്കീർത്തനമാണ്. ഇവിടെ ദാവീദ് എഴുതിയതായ ഈ സങ്കീർത്തനം ദാവീദിനെ സ്വയം ശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പാപം ചെയ്തു എന്നുള്ള ബോധ്യം ഉണ്ടായപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ള ബോധ്യം ഉണ്ടായപ്പോൾ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അപ്രകാരം ഒരു പ്രാർത്ഥന നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. ദൈവമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ സൃഷ്ടിക്കുവാൻ മതിയായ ദൈവത്തിന്റെ മുമ്പാകെയാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ പുതുക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പാകെ ഉണ്ട്. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ നമ്മെ താങ്ങുവാൻ മതിയായ ദൈവം. ത്രിയേക ദൈവത്തിലാണ് ഞാനും നിങ്ങളും ആശ്രയം വെച്ചിരിക്കുന്നത്.
നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ നാവ് നമ്മെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവയവമാണ്. നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതത്തെ പാപത്തിലേക്ക് നയിക്കുവാൻ മതിയായ അവയവമാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന സകല ദോഷ പ്രവൃത്തികളും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ കാരണമാക്കി തീർക്കുന്നു. അപ്പോൾ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കുവാനും ദൈവത്തിന്റെ ആത്മാവിനെ എന്നിൽ പകരുവാനും ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിലെ പാപം മൂലമാണ് എന്ന് തിരിച്ചറിയുവാൻ, ആ പാപങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ട് സാധ്യമായി തീരണം. നമ്മുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയണമെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഉളവായി എങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ പാപബോധത്തെ ഉളവാക്കുമ്പോഴാണ് അതിന് നമുക്ക് ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ട് സാധ്യമായി തീരുന്നത്. പാപത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാനായിട്ട് സാധ്യമായി തീരണം. പലപ്പോഴും നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയാറുള്ളത് നോമ്പിന്റെ അനുഭവത്തിലാണ്. 40 നോമ്പ് നാം എടുക്കുമ്പോൾ ആ 40 ദിവസം നാം പാപമില്ലാത്തവരാണ്. പിന്നീട് അങ്ങോട്ട് നാം ചെയ്യുന്നതും പറയുന്നതും പലപ്പോഴും പാപമാണ് എന്ന് നാം ചിന്തിക്കാറില്ല, നാം ഓർക്കാറില്ല. നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നത് ദൈവസന്നിധിയിൽ പാപമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ, കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുവാൻ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ഇന്നലെ ഒരു വീഡിയോ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഓട്ടിസം ബാധിച്ചതായ ഒരു ബാലനെ തന്റെ പിതാവ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു കാഴ്ച, ഒരു വാർത്ത കാണുവാനായിട്ടിടയായി. നാം ഓർക്കുക, നാം അധരങ്ങൾ കൊണ്ട് ചെയ്താലും നമ്മുടെ കരങ്ങൾ കൊണ്ട് ചെയ്താലും, അത് വേണ്ടപ്പെട്ടവരോട് ചെയ്താലും, നമ്മുടെ കുഞ്ഞുങ്ങളോടോ മാതാപിതാക്കളോടോ സുഹൃത്തുക്കളോടോ നാം ചെയ്താൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ പാപമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന, എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തതായ ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധ്യമായി തീരണം. നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവസന്നിധിയിൽ നാം തിരിച്ചറിയുവാനായിട്ട് കഴിയണം. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയണം. മൂന്നാമതായിട്ട്, അവസാനമായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അപ്പോസ്തല പ്രവർത്തന പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സാക്ഷിയാക്കുന്ന ആത്മാവിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സാക്ഷിയാക്കുന്ന ആത്മാവ്, ദ വിറ്റ്നസിംഗ് സ്പിരിറ്റിനെയാണ് അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് പറഞ്ഞതനുസരിച്ച് പരിശുദ്ധാത്മാവ് ശക്തിക്കായി അപ്പോസ്തലന്മാർ കാത്തിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24:52 മുതൽ 52-53 വാക്യങ്ങളിലും അപ്പോസ്തല പ്രവർത്തന പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും അവിടെ സാക്ഷിയാക്കുന്ന ആത്മാവിനെയാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ 46-ാം വാക്യപ്രകാരം വായിക്കുന്നു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും എന്ന് പറയുന്നു. യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന് യഥാർത്ഥ സാക്ഷികളാകുന്നു ഞാനും നിങ്ങൾ ഓരോരുത്തരും. ആ സാക്ഷിയാക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ആ സാക്ഷ്യങ്ങളെ മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും കർത്താവിന്റെ സാക്ഷികളായി തീരുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി ദൈവത്തിന്റെ സാക്ഷികളാകുവാൻ നമ്മെ ദൈവം തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളും വിവിധ ഇടങ്ങളിൽ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ ദൈവത്തിന്റെ സാക്ഷികളായി ഈ ലോകത്തിൽ വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർ കോവിഡ് രോഗം മൂലം മരണപ്പെട്ടു. നമ്മുടെ സുഹൃത്തുക്കൾ കോവിഡ് രോഗം മൂലം മരണപ്പെട്ടു. നമ്മുടെ സുഹൃത്തുക്കളായ പല ആളുകളും ഇന്ന് അതേ രോഗം ബാധിച്ച് ഹോസ്പിറ്റലുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. നമ്മെ നിർത്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വലിയ സാക്ഷ്യമാണ് എന്ന് ഈ പകൽക്കാലം തിരിച്ചറിയുവാനായിട്ട് കഴിയണം. എന്നെ ആരോഗ്യത്തോടെ, എന്നെ ബലത്തോടെ, ഈ ക്ഷേമത്തോടെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന് എന്നെ കൊണ്ടൊരു പദ്ധതി ഉണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ടാണ്.
ആ പദ്ധതി ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാനായിട്ടാണ്. ഭൂമിയുടെ അറ്റത്തോളം പോയി അനേകരോട് ജീവിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് സാധ്യമായി തീരണം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്ന്, ബലപ്പെടുത്തുന്ന ആത്മാവിനെയാണ് യെശയ്യാ പ്രവാചകനിൽ കൂടി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്. 2, ശുദ്ധീകരിക്കുന്ന ആത്മാവിനെ പകരുവാനായിട്ടാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്. 3, സാക്ഷിയാക്കുന്ന ആത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്. ഇപ്രകാരം ഒരു വ്യക്തി പറയുവാനിടയായി തീർന്നു. ജാഗ്രത ശുചിത്വത്തിലേക്ക് നയിക്കുന്നു, ശുചിത്വം നിർമ്മലതയിലേക്ക് നയിക്കുന്നു, നിർമ്മലത സംയമനത്തിലേക്ക് നയിക്കുന്നു, സംയമനം പവിത്രതയിലേക്ക് നയിക്കുന്നു, പവിത്രത വിനയത്തിലേക്ക് നയിക്കുന്നു, വിനയം പാപത്തെ ഉപേക്ഷിക്കുന്നതിലേക്ക് നയിക്കുന്നു, പാപവർജനം വിശുദ്ധിയിലേക്ക് നയിക്കുന്നു, വിശുദ്ധി പരിശുദ്ധാത്മാ ദാനത്തിലേക്ക് നയിക്കുന്നു, പരിശുദ്ധാത്മാവ് മരണത്തിൽ നിന്നും പുനരുദ്ധാനത്തിലേക്ക് നമ്മെ നയിക്കുവാൻ സാധ്യമായി തീരുന്നു. നമ്മെ മരണത്തിൽ നിന്നും പുനരുദ്ധാനത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ പ്രാപിക്കുവാൻ, പുനരുദ്ധാനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ, ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചാലും എനിക്ക് കർത്താവിനോട് കൂടെ ഒരു ജീവിതമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഒരുക്കത്തോടുകൂടി കാത്തിരിക്കാം. അതോടൊപ്പം ഈ കോവിഡ് എന്ന മഹാമാരി നമ്മിൽ നിന്ന് മാറിപ്പോകുവാൻ വലിയ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകലമാനവും മഹത്വവും ഇന്നും എന്നേക്കും കാലാവസാനത്തോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മെ കേൾപ്പിച്ച ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ അപ്പോസ്തോലിക വിശ്വാസ പ്രമാണത്തിന്റെ വാചകങ്ങളെ നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, അവൻ പാതാളത്തിലേക്ക്, 3-ാം ദിവസം മരിച്ചവരിൽ നിന്നും പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പുനരുത്ഥാനത്തിലും നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവുടെയും കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നമുക്ക് മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ആമേൻ. ഉയർപ്പിന് പിമ്പ് 6-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷയും വേദഭാഗങ്ങളും പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ്. സർവാധികാരിയായ ദൈവമേ, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്ന ശിഷ്യർക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ നീ നൽകിയല്ലോ. ഉത്കണ്ഠ നിറഞ്ഞതും അതിലോലവുമായ ഞങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു. നിന്റെ ശുദ്ധീകരിക്കുന്ന ശക്തിയാലെ തിന്മയുടെ പിടിയിൽ നിന്നും അനീതിയുടെ ലോകത്തിൽ നിന്നും വീണ്ടെടുക്കണമേ. അങ്ങനെ നിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രഘോഷിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണം. നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതി പ്രവൃത്തികളും നിന്നിൽ നിന്നല്ല വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.
കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ടുവന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായി ഞങ്ങൾ സകല ക്രിയകളെയും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ഇപ്പോൾ വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പിറന്നാൾ സ്തോത്രം പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. രണ്ടിനും കൂടെ ഒരുമിച്ചല്ലേ പ്രാർത്ഥിക്കുന്നത്? ഒരുമിച്ച്. പേര് അച്ഛാ പേര് പറഞ്ഞു. ബർത്ത്ഡേ ആഘോഷിക്കുന്നവര് മിസ്റ്റർ ആവിഷ് ജോൺ തോമസ്, മിസ് ഷാരൻ എം കുര്യൻ, മിസ്റ്റർ ചാക്കോ, മാസ്റ്റർ ആരൻ ലെസ്റ്റി സന്തോഷ്. വിവാഹ വാർഷികം കഴിഞ്ഞ ആഴ്ച ആചരിച്ചവർ മിസ്സസ് ആൻഡ് മിസ്റ്റർ കുരുവിള ടി, മിസ്സസ് ആൻഡ് മിസ്റ്റർ വർഗീസ് എബ്രഹാം. ഉള്ള ഒരു പാട്ടിന്റെ ചരണം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മനുഷ്യനെ കുടുംബമായി വസ്മാറാക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ മനോഹരമായ പ്രഭാതത്തിങ്കൽ കർത്താവെ ദൈവാലയത്തിൽ വരുവാൻ ആരാധന അർപ്പിക്കാൻ ദൈവം എന്ന വലിയ ഭാഗ്യത്തിനായ സ്തോത്രം. കർത്താവെ, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പേര് വായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം നിന്റെ മക്കളെ നടത്തിയതായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുള്ള ജീവിതയാത്രയിൽ കർത്താവെ നന്മകളുടെയും തിന്മകളുടെ അനുഭവത്തിൽ കൂടി കടന്നുപോയപ്പോഴും കൈവിടാതെ ഉപേക്ഷിച്ച് കളയാതെ ചേർത്ത് നിർത്തിയ ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുവാൻ ഈ ഒരു പുതിയ വർഷവും നിന്റെ മക്കളെ അവിടുന്ന് ഒരുക്കുന്ന കൃപയായി സ്തോത്രം. കർത്താവെ, ഒരുമിച്ചുള്ള ജീവിതയാത്രയിൽ ദൈവം ചെയ്ത എല്ലാവിധമായ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയൊരു വർഷത്തിലും കർത്താവെ ഏറെ നന്മകളെ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാനമായി കൊടുത്ത മക്കളെയും കൊച്ചുമക്കളെയും പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ, അവർ പാർക്കുന്ന ഭവനത്തിൽ, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അവരോടുകൂടെ എല്ലായ്പ്പോഴും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷം കർത്താവെ ഭവനമായി ഒരുമിച്ച് ദൈവത്തിന്റെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് മുമ്പാകെ സാക്ഷ്യമുള്ളവരായിരിക്കാൻ നിന്റെ മക്കളെ അവർ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹം കൊണ്ടും അവിടുന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യോശുവതുപോലെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ സേവിക്കുമെന്ന് അനേകരുടെ മുമ്പേ സാക്ഷ്യം പറയാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി കുടുംബമായി ഭയമായി ഒരുമിച്ചിരുന്ന് കാപ്പാൻ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം പ്രിയരുടെ ജീവിതത്തിൽ ഏറെ നന്മകളെ കുറയ്ക്കണം. പ്രായഘട്ടത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അതുപോലെ ഇന്ന് കർത്താവ് ജന്മദിനാഘോഷിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പേരുപാടുള്ള എല്ലാവരെയും പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ. ഞങ്ങളുടെ നാളെ പെരുകുന്നത് കർത്താവേ അങ്ങേ കൃപ കൊണ്ട് മാത്രമേ ഞങ്ങൾ അറിയൂ. ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് കർത്താവേ ദൈവം എന്ന കർത്താവിയ കരുതലിന്റെ ഭാഗമായിട്ടാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് അനേകര് മരണം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ കോവിഡ് എന്ന രോഗം മൂലം കർത്താവെ ഒരുപാട് ചെറുപ്പക്കാർ ഓരോ ദിവസവും ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങളെ നിർത്തുന്ന കൃപകൾക്കായി നന്ദി കർത്താവെ. അനേക കർത്താവെ രോഗികളായി ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും അഭയിടുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ആരോഗ്യത്തോടെയും ക്ഷേമത്തോടെയും ബലത്തോടെയും
അനുഗ്രഹത്തോടെയും ദൈവം നടത്തുന്നവകൾക്കായി സ്തോത്രം ചെയ്യുന്ന ഈ പുതിയ വർഷം പ്രിയ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം അതികരമായി നടത്തി ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കാൻ നിന്റെ മക്കളെ ആക്കിയതിനായി സ്തോത്രം. ഈ ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ പുതിയ വർഷം കർത്താവെ പ്രിയ മക്കളുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകിയവർന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകനായ സ്തോത്രം സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് വണക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ഈ മെയ് മാസം 3-ാം ഞായറാഴ്ചയും ദൈവസന്നിധിയിൽ ആരാധന അർപ്പിപ്പാൻ ദൈവമായ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഇത്തരത്തിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ ആരാധന അർപ്പിപ്പാൻ ലഭിച്ച നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം കരയട്ടെ. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പുതിയൊരു ദൈവാലയം നിർമ്മിക്കുവാനായിട്ട് ആഗ്രഹത്തോടു കൂടി അതിന്റെ പണികളൊക്കെയും വളരെ വേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം തുറന്നു തരുന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹൈദരാബാദിന്റെ നടുവിൽ ജീവിക്കുന്ന യേശുക്രിസ്തു ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് അനേകരോട് വിളിച്ചു പറയുവാൻ, ഞങ്ങളുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്ന് അനേകരോട് സാക്ഷ്യം പറയുവാൻ ഈ നാളുകളിൽ നമ്മെ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന സന്തോഷത്തിനെയും കുടുംബമായ പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന്റെ ശുശ്രൂഷ ഇടവകയ്ക്ക്, വ്യക്തി ജീവിതങ്ങൾക്ക്, കുടുംബ ജീവിതങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ, ഈ നാളുകളിൽ അച്ഛന്റെ ശുശ്രൂഷ ദേശത്തിന് പുതിയ വെളിച്ചമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനും കുടുംബവും വലിയ ദുഃഖത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നു. അച്ഛന്റെ പ്രിയ പിതാവ് കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ പ്രിയ പിതാവിന് വേണ്ടി, ആ പ്രിയ കുടുംബത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുകയും ഞാൻ പിന്നെയും എന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് അരുളി ചെയ്ത ദൈവത്തിന് മുമ്പാകെ അച്ഛന്റെ കുടുംബത്തെ ഭരമേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വേദനയുടെയും അസമാധാനത്തിന്റെയും കണ്ണുനീരിന്റെ അനുഭവത്തിലായിരുന്ന അച്ഛന്റെ കുടുംബാംഗങ്ങളെല്ലാം സർവശക്തനായ ദൈവം അവർ ആശ്വസിപ്പിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാളെ നടക്കുന്ന അഭിവണറൽ ശുശ്രൂഷയിലും ദൈവ സാന്നിധ്യം കൂടിയിരിക്കുവാൻ പ്രതികൂലമായ കാലാവസ്ഥയെ മാറ്റി അനുകൂലമായ സാഹചര്യങ്ങളെ വലിയവനായ ദൈവം അവർ ഒരുക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനെ സർവശക്തനായ ദൈവം ശക്തീകരിക്കുകയും സമാധാനപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകാൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൊഫസർ ചെറി ബോബ് എന്ന് പറയുന്ന പ്രിയ സാറിന് വേണ്ടി പ്രത്യേകാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡിന്റെ പ്രയാസത്താൽ പ്രിയ സാർ ഭാരപ്പെടുമ്പോൾ കർത്താവെ, സഭയായി ഒരുമിച്ചുള്ള പ്രാർത്ഥന പ്രിയ സാറിനും കുടുംബത്തിനും വിടുതലായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി സാറിൽ കൂടി പ്രവർത്തിപ്പാൻ ഈ പകൽക്കാലം അവിടുന്ന് സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, പിറന്നാൾ സ്തോത്രം ആഘോഷിക്കുന്നവർ എല്ലാം പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും പേരുപേരായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാ യുവജനാംഗങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർക്കാം. ചുറ്റുപാടും വസിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ അവരായിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതമായി ദൈവം പരിപാലിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അഭിവന്യ സാബുക്കെ ചെറിയാൻ തിരുമേനിയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തിരുമേനിയുടെ ശുശ്രൂഷ മഹായിടവയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, തിരുമേനിയിൽ കൂടി ലഭിക്കുന്ന എല്ലാവിധമായ നന്മകൾക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സഭാ ശുശ്രൂഷകരെയും മിഷണറിമാരെയും സിസ്റ്റേഴ്സിനെയും സഭാവിശ്വാസ സമൂഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പല വൈദിക ശ്രേഷ്ഠരും കോവിഡ് എന്ന രോഗത്താൽ ഭാരപ്പെടുന്നു. അവരെല്ലാം ഈ സമയത്ത് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷകരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭാവിശ്വാസികൾ പലരും ഇന്ന് കോവിഡ് എന്ന രോഗത്താൽ ഭാരപ്പെടുകയാണ്. നമ്മുടെ ശരിയായിട്ടുള്ള ഒരുമിച്ചുള്ള പ്രിയ മക്കൾ ആശ്വാസമായി തീരുവാൻ, വിടുതലായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പാനായിട്ട് അവസരം ലഭിക്കുമ്പോൾ മുഴങ്കാലുകളെ ദൈവസന്നിധിയിൽ മടക്കുവാൻ
മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവത്തോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ ഈ നാളുകൾ കർത്താവെ അവിടുന്ന് ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നുവെന്ന് അനേകരോട് സാക്ഷ്യം പറയുവാൻ അവനെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കരീംനഗർ ഡയോസിസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അഭിവന്ധ്യ രൂപമാർക്ക് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടി 24 ബിഷപ്പുമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ മക്കളുടെ ശുശ്രൂഷ മധ്യത്തിൽ കൂടിയിരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിറവോടെ കർത്താവെ CSI സഭയെ നയിപ്പാൻ എല്ലാ അഭിവന്ധ്യ ബിഷപ്പന്മാരെയും ശക്തീകരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം പ്രതിസന്ധിയുടെ നടുവിൽ കൂടി കടന്നു പോകുകയാണ്. ഒരിറ്റ ജീവവായുവിന് വേണ്ടി, ഒരിറ്റ ജീവശ്വാസത്തിന് വേണ്ടി അനേകര് കർത്താവെ കോടതി വരാന്തകൾ കയറി ഇറങ്ങുമ്പോൾ, ഓക്സിജന് വേണ്ടി, വെന്റിലേറ്ററിന് വേണ്ടി അനേകര് ഭാരപ്പെടുമ്പോൾ, നിന്ന് നിൽപ്പിൽ പൂ പൊഴിഞ്ഞു വീഴുന്നത് പോലെ മനുഷ്യ ജീവനുകൾ മരണത്തിനേൽപ്പിക്കപ്പെടുമ്പോൾ, പോകുന്ന നിഴല് പോലെ മനുഷ്യ ജീവനുകൾ മരണത്തിനേൽപ്പിക്കപ്പെടുമ്പോൾ, നമ്മെ നിർത്തുന്ന ദൈവത്തിന് മുമ്പാകെ നമ്മെ ആരോഗ്യത്തോടെയും ക്ഷേമത്തോടെയും നടത്തുന്ന ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുവാൻ ഈ പകൽക്കാലം അവിടുന്ന് ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടി നമ്മെ തന്നെ, നമ്മുടെ സകല ആവശ്യങ്ങളെ ദൈവം മുമ്പാകെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദിവസത്തിന്റെ നല്ല സമയത്തിനായ സ്തോത്രം. അനേക വിഷയങ്ങളെ മധ്യസ്ഥമിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തന്നതിനായി നന്ദി പറയുന്നു. അനേകര് കർത്താവെ ഭാരപ്പെടുമ്പോൾ, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് യാചിക്കുവാൻ, അനേകരെ നേടുവാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹൈദരാബാദ് ഇടവകയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ ദേശത്ത് കർത്താവെ എത്രത്തോളം ദൈവം നടത്തുന്നതിനായി സ്തോത്രം. ശോഭയുള്ള കർത്താവെ, വെളിച്ചമുള്ള ഒരു സഭയായി നിന്റെ മക്കളെ ആ ദേശത്ത് നിർത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. ഒരു പുതിയ ദൈവാലയത്തിന് വേണ്ടി നാളുകളായി ആഗ്രഹിച്ചു. എന്നാൽ ദൈവം മനോഹരമായ ഒരു ദൈവാലയം പടുത്തുയർത്തുവാൻ കർത്താവ് കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. ഓരോ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ശുശ്രൂഷിക്കുന്ന സന്തോഷത്തിന്റെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. വ്യക്തി ജീവിതങ്ങളെ, കുടുംബജീവിതങ്ങളെ എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിവന്ധ്യ തിരുമേനിക്കായി, അച്ഛന്മാർക്കായി, ശുശ്രൂഷകർക്കായി, മിഷണറിമാർക്കായി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന ദേശത്തിന് വിടുതലായി തീരുവാൻ കർത്താവെ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാവരെയും പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രൊഫസറായിരിക്കുന്ന പ്രിയ ചെറിയ ബോബ് സാറിനെയും പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹം തീരുവാനങ്ങ് സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലതും യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കർണകളുടെയും പിതാവേയും, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിലും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ മായകൂടാതെ നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലകളെയും കൂടത്തരായ ബോധം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ സമയത്ത് സർവശക്തിയുള്ളതയും ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന നിവർത്തി വരുത്തിൽ ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. നോട്ടീസ് പറയാമോ? നോട്ടീസായിട്ട് ചില കാര്യങ്ങൾ അറിയിച്ചോളട്ടെ.
ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് മുണ്ടക്കയം ഇടവകയിലെ അസിസ്റ്റന്റ് വികാരായിരിക്കുന്ന റെവറൻഡ് അനീഷ് PJ അച്ഛനാണ്. അച്ഛൻ കഴിഞ്ഞ കാലങ്ങളിൽ 2012 മുതൽ 2014 കാലഘട്ടത്തിൽ തെലങ്കാന മിഷനിൽ സേവനമനുഷ്ഠിക്കുകയും തുടർന്ന് ഇപ്പോൾ നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുകയും ശക്തീകരിക്കുന്ന ദൈവം, ശുദ്ധീകരിക്കുന്ന ദൈവം, സാക്ഷീകരിക്കാൻ സഹായിക്കുന്ന ദൈവം എന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞുവല്ലോ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യമാണ് നാട്ടിലുള്ളത്. എങ്കിലും ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സഭയുടെ പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നാം ഏവരും അറിഞ്ഞിരിക്കുന്നത് പോലെ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ വികാരി സന്തോഷ് അച്ഛന്റെ വാത്സല്യ പിതാവ് നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചുവല്ലോ. പ്രിയ പിതാവ് മധ്യകേരള മഹാഇടവ കൗൺസിൽ അംഗവും പാസ്റ്ററൽ മെമ്പർ അംഗവും മിഷൻ ബോർഡ് അംഗവുമായിട്ടൊക്കെ പ്രവർത്തിച്ച അദ്ദേഹമാണ്. വാത്സല്യ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷ നാളെ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് മോർച്ചറിയിൽ നിന്നെടുക്കുകയും 11 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം 12 മണിക്ക് സെന്റ് പോൾസ് CSI നാലുനാക്കൽ ഇടവകയിൽ വെച്ച് നടക്കുന്നതായിരിക്കും. അഭിമന്യ മലയിൽ സാബു കോശി ചേറിയൻ തിരുമാനിയുടെ കാർമ്മികത്വത്തിൽ ശുശ്രൂഷ നടക്കുന്നതാണ്. ഈ അവസരത്തിൽ സന്തോഷ് അച്ഛനോടും ലീന കൊച്ചമ്മയോടും ആരോണിനോടും അച്ഛൻ്റെ മാതാവും സഹോദരന്മാരും കുടുംബങ്ങളോടുമുള്ള നമ്മുടെ അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ആശ്വാസവും ബലവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം. കഴിഞ്ഞ 3 ആഴ്ചകളായി ആരാധന സൂം പ്ലാറ്റ്ഫോമിൽ കൂടെയാണല്ലോ നടക്കുന്നത്. നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന പള്ളിയിൽ വെച്ച് നടക്കുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നും നമ്മൾ സൂമിൽ കൂടെ ആരാധനകൾ നടത്തുന്നതായിരിക്കും. ചർച്ച് കൺസ്ട്രക്ഷന്റെ പ്രോഗ്രസ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആരാധന മധ്യേ കാണുവാൻ സാധിച്ചുവല്ലോ. കൺസ്ട്രക്ഷൻ തുറന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ചർച്ച് കൺസ്ട്രക്ഷൻ ആവശ്യത്തിനായി ബിൽഡിംഗ് ഫണ്ടിലേക്ക് നമുക്ക് ലഭിച്ച വരുമാനം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ സഭാംഗമായ മിസ്റ്റർ പ്രദീപ് എബ്രഹാം കഴിഞ്ഞ ദിവസം 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു. പ്രദീപിനോടും കുടുംബത്തോടുമുള്ള നമ്മുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുൻ സഭാംഗമായിരുന്ന ശാലിൻ ജോസ് 2015 കാലഘട്ടത്തിൽ സഭയുടെ മെമ്പറായിരുന്ന ശാലിൻ ജോസ് 40,000 രൂപ പ്രോമിസ് പറയുകയും അദ്ദേഹത്തിന് ഉള്ള സാഹചര്യങ്ങളുടെ നടുവിൽ കഴിഞ്ഞ ദിവസം 10,000 രൂപ നമ്മുടെ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ശാലിൻ ജോസിനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ചർച്ച് ബിൽഡിംഗ് ഫണ്ടിലേക്ക് 1,16,000 രൂപ വന്നിട്ടുണ്ട്. ബർത്ത്ഡേ ഓഫർട്ടറി വകയിൽ 2,000 രൂപ ലഭിക്കുകയും സോഷ്യൽ വർക്ക് വകയിൽ 1,000 രൂപ ഈ കഴിഞ്ഞ ആഴ്ച ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 1,18,000 രൂപ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കളക്ഷൻ ലഭിച്ചു. പ്രോമിസ് അമൗണ്ട്സ്, ചർച്ചിന്റെ ഫണ്ടിലേക്കുള്ള പ്രോമിസ് അമൗണ്ട്സ് എല്ലാവരും തുടർന്നും ക്രമമായി നൽകണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. സഭയുടെ വരുമാനം പള്ളി ഓഫ്ലൈനായിട്ട് നടത്തുന്നതുകൊണ്ട് ഓൺലൈനായിട്ട് ട്രാൻസ്ഫറുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. നമ്മുടെ എല്ലാ സഭാംഗങ്ങൾക്കും വേണ്ടി പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനകളിലും കുടുംബ പ്രാർത്ഥനകളിലും ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. അച്ഛാ, സ്തോത്രരാജ്യമുണ്ടോ സാറേ? ഇല്ല. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമല്ലോ. അച്ഛാ, കൺസ്ട്രക്ഷൻ പറയാറുണ്ട്. അപ്പം ഇപ്പൊ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യാം, അതിനുശേഷം. അവിടുന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? അതെ, ഇവിടുന്ന് ആലിസ് ആന്റി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് ആശീർവാദമല്ലേ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമല്ലോ. അതെ അതെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നു. ദൈവമേ ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുവേ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുവേ. എത്രയോ പ്രാവശ്യമൻ പ്രാണൻ ബോധമായിരുന്നു. മിഴികൾ നിറഞ്ഞൊഴുകി പാദങ്ങൾ തളർന്നുപോയി. എങ്കിലും ദയയാലേ ഞാനെന്നും ജീവിക്കുന്നു. എങ്കിലും ദയയാലേ ഞാനെന്നും ജീവിക്കുന്നു. നന്ദിയുണ്ട് ദൈവമേ നന്മകൾക്കായെന്നുമേ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുവേ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുവേ. എത്രയോ പ്രാവശ്യമൻ സഹയാത്രികനായി വന്നു. കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേകി. ക്രൂശിലെ ത്യാഗമതാ ഞാനെന്നും ജീവിക്കുന്നു. ക്രൂശിലെ ത്യാഗമതാ ഞാനെന്നും ജീവിക്കുന്നു. നന്ദിയുണ്ട് ദൈവമേ നന്മകൾക്കായെന്നുമേ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുവേ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുവേ. അലിസാൻഡി എന്താ പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിക്കാം. കേൾക്കാം ആന്റി, കേൾക്കാം. ഓക്കെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഈ വിശുദ്ധ ദിവസത്തിൽ സഭയായി അവിടുത്തെ തിരുമുമ്പാകെ തലകളെ ഉണക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കേൾക്കുമാറാകണമേ. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ദാനങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ലോകമെമ്പാടും ഉണ്ടായിരിക്കുന്ന ഈ മഹാമാരി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, രോഗത്താൽ കഷ്ടപ്പെടുന്നവരെ കാത്തു പരിപാലിക്കണമേ നാഥ. ഞങ്ങളെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും രക്ഷിക്കണമേ. നമ്മുടെ അച്ഛന്റെ ഫാദറിന്റെ വേർപാടിലിരിക്കുന്ന അച്ഛനെയും കുടുംബത്തെയും കാത്തു പരിപാലിക്കണമേ. അവർക്ക് നല്ല സമാധാനം നൽകണമേ. കർത്താവേ, ചർച്ചിലെ ഞങ്ങളുടെ സഭയിലെ ഓരോ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രോഗത്തിലായിരിക്കുമ്പോൾ കർത്താവെ അവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചെറിയ ഭവങ്ങളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ആപത്തിൽ നിന്നും അനർത്ഥത്തിനൊക്കെ വിടുതൽ കൊടുക്കണമേ കർത്താവ്. യേശുവേ, അവിടുന്ന് നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു സഹായം കർത്താവെ. കാത്തു പരിപാലിക്കണമേ. ജെസ്സിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിരമകളെ അവിടുന്ന് കാത്തു പരിപാലിച്ച് കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ.
അവിടുത്തെ സൗഖ്യത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവെ ഞങ്ങളുടെ ദേവാലയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഭയായി ഞങ്ങളുടെ മുൻപിൽ തലകളെ വണക്കുന്നു. കർത്താവെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അവിടുന്ന് ഉത്തരം നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് സഫലമായിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ പണി കർത്താവെ നടന്നുകൊണ്ടിരിക്കുന്ന അത് എല്ലായിടത്തും നിൽക്കുന്ന ദൈവമേ, നിന്റെ നാമത്തിൽ പണിയപ്പെടുന്ന ഈ മന്ദിരം ഒരു തടസ്സമോ നഷ്ടമോ ഉണ്ടാകാതെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ കൃപയുണ്ടായിരിക്കണമേ. അതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുവാൻ എല്ലാവർക്കും മനസ്സുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിന് പണി ചെയ്യുന്നവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. എത്രയും പെട്ടെന്ന് ഇതിന്റെ പണി പൂർത്തീകരിക്കുവാൻ തിരുനാമ മുഖത്വത്തിലും ഭംഗിയിലും ബലത്തിലും പൂർണ്ണതയിലുമുള്ള ഒരു ദേവാലയമായി തീരുവാനും അത് പണിതുയർത്തുവാനും കർത്താവേ നിന്റെ കൃപയുണ്ടാകണമെന്ന് ഈശോയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദിവസത്തിന്റെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മാസം 3-ാം ഞായറാഴ്ചയും കർത്താവ് ഇത്തരത്തിൽ സൂം മീറ്റിംഗിൽ കൂടി ആരാധന ക്രമീകരിക്കുവാൻ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ആരാധനയിൽ പങ്കെടുക്കുവാനും ദൈവം സഹായിച്ചുവല്ലോപ്പാ. കർത്താവേ, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വിശുദ്ധ സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ തരുന്ന നല്ല സാവകാശത്തിനായി നന്ദി കർത്താവേ. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഷ്ടതകളുടെയും വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ഞങ്ങളെ നിലനിർത്തുന്നതിനായി നന്ദി കർത്താവേ. ഞങ്ങൾ നിന്നതല്ല, ദൈവം ഞങ്ങളെ നിർത്തിയതാണ്. ആ വലിയ ബോധ്യത്തോടെ ഞങ്ങൾക്ക് ജീവിപ്പാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഞായറാഴ്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചു. കർത്താവേ, ഇനിയും തുടർന്നുള്ള നാളുകളിലും ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. കർത്താവെ, ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പേര് പേരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലുള്ളവരുണ്ട് കർത്താവെ, രോഗത്താലും പ്രയാസത്താലും ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന ദേശത്തിന് വിടുതലായി തീരുവാൻ, വ്യക്തി ജീവിതങ്ങൾക്ക് വിടുതലായി തീരുവാൻ, കുടുംബജീവിതങ്ങൾക്ക് വിടുതലായി തീരുവാൻ അങ്ങ് സഹായിക്കണം. ഒരുമിച്ചിരുന്ന് കർത്താവെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ഭൂമിയുടെ അറ്റത്തോളം പോയി ജീവിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ ദൈവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ പണികളൊക്കെയും വളരെ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലതും യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദത്തിനായി നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേലാശിര് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് മുഖം നിങ്ങളുടെ മേലുയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നാം എല്ലാവരോടും എല്ലാ നാളും എല്ലായ്പ്പോഴും കാലാവസാനത്തോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. നാം തന്നെ ഒരു സെക്കൻഡ്, ഒരു കാര്യം പറഞ്ഞു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്തരത്തിൽ ഹൈദരാബാദ് ഇടവകയുടെ ആരാധനയിൽ പങ്കെടുക്കുവാൻ എന്റെ ജീവിതത്തിൽ ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഒരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട സന്തോഷത്തിനോടും കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹത്തെ ഈ പകൽക്കാലം ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഇവയുടെ എല്ലാ ചർച്ച കമ്മിറ്റി അംഗങ്ങളോടും എല്ലാ വിശ്വാസമൂഹമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹത്തെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. തുടർന്നുള്ള പ്രാർത്ഥനകളിലും നിങ്ങളെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങൾ എനിക്ക് ചെയ്ത എല്ലാ നല്ല കൈത്താങ്ങലുകൾക്കും ഞാൻ എൻ്റെ കുടുംബമായ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ പിതാവിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിപ്പോൾ വീട്ടില് വിശ്രമിക്കുന്നു. ദൈവം പരിപാലിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തും. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.